ഹലോ എവറിബഡി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ RJ Diaries. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വരുന്നത്. എൻ്റെ മോൻ്റെ കൂടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. സോ വെക്കേഷൻ ടൈം ഒക്കെ അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ വേണ്ടേ? വെക്കേഷൻ ടൈം ആയിട്ട് എന്താ പരിപാടി? വെക്കേഷൻ തുടങ്ങി, ഇപ്പോൾ മാർച്ച് തീരാറായി, ഏപ്രിൽ തുടങ്ങാൻ പോവാണ്. എന്താണ് പരിപാടികൾ? വെക്കേഷനിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്നാ പ്ലാൻ എന്ന് വെച്ചാ എന്നേലൊക്കെ ചെയ്യാം. പക്ഷേ എന്നാ പരിപാടി അമ്മയ്ക്ക്? ഇന്നത്തെ വീഡിയോയില് നമുക്ക് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്താലോ? ചെയ്യാം. എന്താ താല്പര്യം? കുക്കിംഗ് എന്താ താല്പര്യം ചെയ്യാൻ? ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കണം. ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ അറിയാവോ? ഞാൻ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ എനിക്ക് ട്രൈ ചെയ്യാനൊക്കെ തോന്നുന്നു. ചെയ്യാൻ പറ്റുന്ന തോന്നണേ. ഓക്കെ, നല്ല കോൺഫിഡൻസ് ആണ്. നമുക്കൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. ആർ യു റെഡി? ഓക്കെ, അപ്പൊ കേക്ക് ഉണ്ടാക്കേണ്ട രീതികളൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരുമിച്ചുണ്ടാക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെറ്റ് ആക്കാം. അതിന് വേണ്ടത് 1 കപ്പ് മൈദാപ്പൊടി, 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ചോക്ലേറ്റ് പൗഡർ ആൻഡ് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്കൊരു പ്ലേറ്റിൽ മിക്സ് ചെയ്ത് വെക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, എന്നിട്ട് ഇത് വെച്ച് മിക്സ് ചെയ്തോ. ഒരേ കളർ, പതുക്കെ മിക്സ് ചെയ്താൽ മതി, പൊടി തെറിപ്പിക്കല്ലേ. ഒരേ കളർ ആവുന്ന വരെ മിക്സ് ചെയ്യണം. ഒരേ കളറാവണം, എല്ലാ സൈഡും നന്നായിട്ട് മിക്സ് ചെയ്യണം. സോ വെറ്റ് ഇൻഗ്രീഡിയൻസിന് വേണ്ടത് മെൽറ്റഡ് ബട്ടർ. ഞാൻ എടുത്തത് 100 ഗ്രാം ബട്ടർ ലോ ഫ്ലെയിമിൽ മെൽറ്റ് ചെയ്തെടുത്തതാണ്. ദെൻ 1/2 കപ്പ് മിൽക്ക്, 2 eggs ആൻഡ് 1/2 ടീസ്പൂൺ വനില എസെൻസ്. ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലാണ്. സോ ഷുഗർ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെയാണ് മിക്സ് ചെയ്തത്. പക്ഷേ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ ഷുഗർ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഷുഗർ ഡിസോൾവ് ആവുന്ന വരെ വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുക, അതാണ് ബെസ്റ്റ് പ്രാക്ടീസ്. ഓക്കെ, ഗുഡ്. ഇനി അടുത്തത് മുട്ട അമ്മ പൊട്ടിക്കാം. ഒരു മുട്ട, 2 1/2 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചോ. ഓക്കെ, നന്നായിട്ട് നോക്കണേ. മുട്ട അത് ആ സ്പൂൺ വെച്ച് തന്നെ പൊട്ടി ഇളക്ക്. ഈ പൊടി നമ്മൾ ഇതിലേക്ക് ഇളക്കിക്കേ. ഞാൻ ഒരു ഇത് കാണിച്ചു തരാം. ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ അങ്ങനെ ഇളക്കാം. പതുക്കെ ഞാൻ ചെയ്യാം. ഇത് ഒരേപോലെ ആവുന്നതോടം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇരിക്കണേ, ഒരു പേസ്റ്റ് പോലെയല്ലേ ഇരിക്കണേ. ഇങ്ങനെയാ. ഓക്കെ, ഇതാണ് നമ്മുടെ കേക്ക് ടിൻ. അപ്പോൾ ഇതിനകത്ത് ആദ്യം കുറച്ച് ബട്ടർ തേച്ച് വെക്കും. ഇച്ചിരി ബട്ടർ നമ്മൾ തേച്ചു. നമ്മൾ ഈ പാത്രം, ഈ
ബട്ടർ പേപ്പർ. വേണമെങ്കിൽ ബട്ടർ പേപ്പർ ഇടാം. എന്നുവെച്ചാൽ കേക്കിൻ്റെ അടി ഈ കേക്കിൻ്റെ ഈ പാത്രത്തിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? ഇനി ഇതിൻ്റെ പുറത്ത് ഞാൻ കുറച്ചുകൂടെ ബട്ടർ തേക്കും, ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കുറച്ച് കൈ കൊണ്ട് എടുത്ത് വെതറിക്കേ. കുറച്ചുകൂടെ കേട്ടോ. ഓക്കെ, തന്നേക്ക്. പിടിച്ചേ. വടിച്ചെടുക്കാം. ഉണ്ടാവാ കുറച്ചുകൂടെ ചോക്ലേറ്റ് ചിപ്സ് വെതറും അവിടെ ഇവിടെ. ഓക്കെ, മതിയായോ? വൈറ്റ് ചോക്ലേറ്റ് കുറച്ചിടണോ? അത് ഇങ്ങനെ കൈ കൊണ്ട് പൊടിച്ചിട്. ആ സൈഡിലോട്ട് കുറച്ചിട്, ആ സൈഡിലോ ഈ സൈഡിലോട്ടൊക്കെ. ഓക്കെ, മതി. 150 കറക്റ്റ് 150 അല്ലേ? ഓക്കെ, അതിൻ്റെ താഴത്തെ ഇത് ഇവിടെ വരെ ആക്കി, ഇവിടെ, അതായത് മേളിലും താഴെയും ചൂടാവണം. ഓക്കെ, മതി. ഇനി ഇത് കറക്റ്റ് 10 ആക്കാവോ? കേക്ക് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ പോവാണ് 10 മിനിറ്റ്സിലേക്ക്. 155 ഡിഗ്രി സെൽഷ്യസ് 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാം. ചൂടാണ്, അതൊക്കെ ഞാൻ വെച്ചോളാം. ചൂടാണ്. ഓക്കെ, എന്നിട്ട് നമ്മളിത് 40 വരെ ആയോ? ഒരു 40 കഴിഞ്ഞിട്ട് കിട്ടോ, കുറച്ചുകൂടെ, അത്രയും മതി. ഓക്കെ, ടെമ്പറേച്ചർ ഒരു ഇച്ചിരിയും കൂടി ഇട്ടോ, മതി. ടെമ്പറേച്ചർ ഒരു 155, ടോപ്പ് ആൻഡ് ബോട്ടം ഹീറ്റ്. പിന്നെ കേക്ക് ബേക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഓവൻ്റെ ഡോറ് തുറക്കല്ലേ. കേക്ക് ബേക്ക് ആയതിനു ശേഷം ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഓവൻ്റെ ഡോറ് തുറന്നാൽ മതിയേ. കേക്ക് റെഡിയായി. കേക്ക് കഴിച്ചോ? നല്ല ടേസ്റ്റാണോ? ഓക്കെ, അപ്പം നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു, ടേസ്റ്റ് ഒക്കെ ചെയ്തു. നല്ല ടേസ്റ്റ് ആണ്. ആ ഒരു കേക്ക് കഷ്ണം കൂടി കൊണ്ടുപോവാം. എങ്ങനെ ഉണ്ടായിരുന്നു കേക്ക്? നല്ല സൂപ്പർ കേക്കാ. ഞാനും അമ്മയും കൂടെ ഉണ്ടാക്കിയ കേക്കാണ്. നല്ല ടേസ്റ്റ് ആണോ? അതെ. കുക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, കൊള്ളാം, നല്ല. നീ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ട്, മുട്ട ചിക്കിയാണ്. മുട്ട ചിക്കിയതാണോ അടുത്ത് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളത്? ഓക്കെ, എന്നാ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ഒരു എഗ് റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു പറഞ്ഞേ. താങ്ക് യു. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്, സ്കൂൾ വെക്കേഷൻ ടൈം ഒക്കെ ആണെങ്കിൽ സ്കൂൾ പിള്ളേർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ആൻഡ് സ്കൂൾ വെക്കേഷൻ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ പിള്ളേരെ എൻഗേജ് ചെയ്യിക്കാം എന്നുള്ള കാര്യങ്ങൾ പറ്റുമെങ്കിൽ വീഡിയോസ് ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.